നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷൻ നമ്മൾ തുടരുകയാണ്. ഞാൻ ഹിന്ദിയിൽ പറയാം. സ്പിരിച്വൽ അനാറ്റമി സെഷൻ ഹം ചാലു രഖ്തേ ഹെ. ഇപ്പോൾ നമ്മൾ ആജ്ഞാചക്രത്തെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 6th പോയിന്റ് ആജ്ഞാചക്രം. ആജ്ഞാചക്രം എന്ന് പറയുമ്പോൾ ബ്രഹ്മാണ്ഡ മണ്ഡലമാണ്. നമ്മൾ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹം മനോമണ്ഡലമേ പ്രവേശ് കർ രഹേ ഹെ. കാരണം ഒബ്ജക്റ്റീവായിട്ടുള്ള ലോകം, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന ലോകം, അതിൻ്റെ അനുഭവം ഉണ്ടാവുന്നത് മനസ്സിലാണ്. നമ്മൾ പുറത്താണ് എല്ലാം അനുഭവിക്കുന്നതെങ്കിലും അനുഭവം ഉള്ളിലാണ്. ജോ ബാഹർ ദേഖ്തേ ഹെ, ബാഹർ സെൻസസ് സെ പരഖ്തേ ഹെ, ये सब अंदर ही उसका अनुभव होता है. മനോമണ്ഡലം അനുഭവത്തിൻ്റെ മണ്ഡലമാണ്. അതിൻ്റെ തുടക്കമാണ് ബ്രഹ്മാണ്ഡ മണ്ഡലം. അപ്പോൾ ഈ ശരീരത്തിലുള്ള എല്ലാ പ്രവൃത്തിക്കുള്ള ശക്തി റിലീസ് ചെയ്യുന്നത് ഇവിടുന്നാണ്. എല്ലാ പ്രവൃത്തിക്കും ജോ ശക്തി ഇദർസേ ആത്തായ. അപ്പോൾ നമ്മൾ 4 പോയിന്റ് കവർ ചെയ്തു. ഓരോ പോയിന്റിലും എല്ലാ എലിമെൻസും ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും എല്ലാ പോയിന്റ് ചക്രങ്ങളിലും എല്ലാ എലിമെൻസും ഉണ്ട്. അപ്പോൾ 6th ചക്രയുടെ കോൺഫിഗറേഷൻ, അതായത് രൂപം ഫസ്റ്റ് ചക്രമാതിരി തന്നെയാണ്. ജോ 6th പോയിന്റ് കാ ജോ സ്വരൂപ് ഏ ഫസ്റ്റ് പോയിന്റ് കാ ജൈസായ. എൻ്റെ സെൻറ്ററിൽ എർത്ത് എലിമെൻ്റാണ്. അതിൻ്റെ 12 o'clock പൊസിഷനിൽ ഈതർ എലിമെൻറ്റ്, അതായത് ആകാശം. അതിൻ്റെ 3 o'clock പൊസിഷനിൽ ഫയർ, 6 o'clock പൊസിഷനിൽ വാട്ടർ. എൻ്റെ 9 o'clock പൊസിഷനിലാണ് എയർ എലിമെൻറ്റ്. 5. അപ്പോൾ ഇന്ന് നമ്മൾ 5th പോയിൻ്റാണ്. ആദ്യം 5th പോയിന്റ് के बारे में ഡിസ്കസ് करते हैं. അത് 9 o'clock പൊസിഷനിലാണ് വരുന്നത് 6th പോയിൻറ്റിൻ്റെ. എല്ലാ എലിമെൻസും ഉണ്ട് 6th പോയിൻ്റ്, പക്ഷേ കുറച്ചും കൂടി സൂക്ഷ്മമാണ്. നമ്മൾ ഫസ്റ്റ് പോയിൻ്റിൻ്റെ മാതിരി ഗ്രോസ് അല്ല, കുറച്ചും കൂടി സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. സൂക്ഷ്മ ഗ്രോസ്. ഗ്രോസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഐസ് ഗ്രോസ് ആണ്. ഐസ് എന്ന് പറഞ്ഞത് ഒരു സോളിഡാണ്, അതിന് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഇരിക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പ്രെഡ് ആവും. ജോ ഐസ് वो एक ही रखता है, पानी थोड़ा ज़्यादा സ്പ്രെഡ് होता है. അപ്പോൾ അതിന് കുറച്ചും കൂടി സൂക്ഷ്മം എന്ന് പറയും. കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്ത് വാട്ടർ വേപ്പർ, ആവി. അപ്പോൾ അത് പല സ്ഥലത്ത് വ്യാപിക്കും. ആ വ്യാപനത്തിന് അനുസരിച്ചിട്ടാണ് ഈ സൂക്ഷ്മത എന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ഡ മണ്ഡലിൽ കുറച്ചും കൂടി നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺഷ്യസ് കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോധം കുറച്ചും കൂടി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഹമാരാ കോൺഷ്യസ് സോഡ ഇവോൾവ് है. മറ്റേ ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാണ്ഡ മണ്ഡലമെത്തുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രപഞ്ചം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അഹം ബ്രഹ്മാസ്മി, ഞാൻ പ്രപഞ്ചം. ഞാനൊരു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ എൻ്റെ ഓരോ ചിന്തയും പ്രപഞ്ചത്തെ ബാധിക്കും. ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ പ്രവേശിച്ച ഒരാൾ അയാളുടെ ചിന്തകളെ ശ്രദ്ധിക്കണം. ब्रह्मांड मंडल में जो प्रवेश करता है उसका चिंता भी उसको बहुत सूक्ष्म है, अटेंटीव रहना चाहिए. ചിന്തിക്കുമ്പോൾ അത് സംഭവിക്കും. നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവ് സംഭവിക്കും. പവർ ഓഫ് സജഷൻ എന്ന് പറയും, കേട്ടില്ല? പവർ ഓഫ് സജഷൻ, നമ്മുടെ സങ്കല്പശക്തി എന്ന് പറയും. നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സങ്കല്പശക്തി കൊണ്ടാണ്, അല്ലാതെ പുറമേ നിന്നുള്ള ശക്തികളല്ല. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ സങ്കല്പശക്തി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് സങ്കല്പിച്ചാൽ അത് നടക്കും. അതാണ് സങ്കല്പശക്തി എന്നാണ്. അത് നടക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ കഥയുണ്ട്. അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. കാരണം സങ്കല്പശക്തി അത്ര ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സങ്കല്പശക്തി ഇല്ലാത്തതുകൊണ്ടാണ് നടക്കാത്തത്. ഇല്ലെങ്കിൽ നടക്കും. നമ്മൾ എന്താ കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല നമ്മൾ വിചാരിക്കും. നമ്മളേക്കും പ്രകൃതി ശക്തിയാണ്. അതൊന്നുമല്ല, നമുക്ക് സങ്കല്പ ശക്തി ഇല്ലാതെ വിൽ പവർ, നമ്മുടെ ഉള്ളിൽ ആ വില്ലുണ്ട്. അപ്പോൾ നമ്മൾ വില്ലും ചിന്തയും തമ്മിൽ ഘടിപ്പിക്കണം. हमारा जो इच्छाशक्ति है वो हमारी चिंता की तरफ ജോയിൻ करना है. അപ്പോൾ അതാണ് സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സങ്കല്പ ശക്തിയുള്ള ആൾക്കാർ ഉയർന്ന ആൾക്കാരായിരിക്കും. അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അവർക്കൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സങ്കല്പശക്തി ഇല്ല. ഒരു സിഗരറ്റ് വലി നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്താൻ തീരുമാനിക്കും, നിർത്തില്ല. നുണ പറയേണ്ട തീരുമാനിക്കും, നുണ നിർത്തില്ല. കാരണം എന്താ? സങ്കല്പശക്തി ഇല്ല. എങ്ങനെയാണ് സങ്കല്പശക്തി വളർത്തുക? हमारा जो संकल्प कैसे डेवलप करता है? ഉപയോഗിച്ചിട്ട്, യൂട്ടിലൈസ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം. രാവിലെ എണീക്കുമ്പോൾ അലാം വെച്ചു. അലാം വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് എത്ര പേര് എണീക്കും ആ സമയത്ത് തന്നെ? അലാം കാ ശബ്ദ സുനता है उस टाइम पर ही उठना चाहिए. നമ്മൾ ഉണരില്ല, കാരണം നമുക്ക് ശക്തിയില്ല. നമ്മളപ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞ് ഓഫ് ചെയ്ത് അവിടെ കിടന്നു. അപ്പോൾ അതൊരു സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതി. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്യാം. ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ലൈഫിലൊക്കെ ഉണ്ട്.
തീരുമാനം എടുത്തു, ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തി. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സങ്കല്പ ഇച്ഛാശക്തി ഡെവലപ്പ് ചെയ്യുന്നതോറും അവസാനം നമ്മുടെ വില്ല് അത്ര സ്ട്രോങ് ആവും, നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ഭവിക്കാൻ സംഭവിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സങ്കല്പശക്തിയിലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പ്രചോദനം വരും. നമ്മൾ വിചാരിക്കും അവർ പറയുന്നത് എല്ലാവരും കേൾക്കില്ലേ, പറയും നിങ്ങൾ പോകൂ അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇറങ്ങിത്തിരിക്കും. എന്താ കാരണം? അവരുടെ സങ്കല്പശക്തി അത്ര സ്ട്രോങ് ആണ്, വിൽ പവർ അത്ര സ്ട്രോങ് ആണ്. നമ്മൾ കുട്ടികളോട് പറയണേ, എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു സങ്കല്പം മാത്രമേ പറയാൻ പാടുള്ളൂ, നന്നായിട്ട് എഴുതി വരും. അതാണ് പോസിറ്റീവ് സജഷൻ പറയുന്നത്. നമ്മളെന്താ പറയുക, കഴിഞ്ഞ വർഷം നീ നന്നായിട്ട് എഴുതിയിട്ടില്ല, ഇപ്രാവശ്യം ശ്രദ്ധിക്കണം, നെഗറ്റീവായി. അപ്പോൾ ഇവനെന്താ ചെയ്യുന്നത്, ഇവൻ്റെ തോട്ട് കഴിഞ്ഞ വർഷം ടെസ്റ്റിലേക്ക് പോവും, കഴിഞ്ഞ വർഷത്തെ തെറ്റുകളിലേക്ക് പോവും, അതോടുകൂടി അവൻ്റെ കഴിവ് പോവും. जब हम कोई एग्ज़ाम में जाते हैं बोलना कि अच्छी तरह करके दिखे आओ, ऐसे बोलते हैं कि पिछली बार ऐसी नहीं किया, അപ്പോൾ സങ്കല്പ് നീച്ചേ ജാത്ത ശരിയല്ലേ. ഇപ്പോൾ സ്റ്റേജിലേക്ക് ഒരാൾ പെർഫോം ചെയ്യാൻ പോവാണ്. പ്രാഞ്ചിയേട്ടൻ എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? പ്രാഞ്ചിയേട്ടൻ മമ്മൂട്ടിയുടെ സിനിമയാണ്. പ്രാഞ്ചിയേട്ടനിൽ സ്റ്റേജിലേക്ക് പ്രാഞ്ചിയേട്ടൻ കയറാൻ പോവാണ്. അപ്പോൾ സിദ്ദിഖ് കയറി വരുന്ന വഴിക്ക് തന്നെ ഒരു നെഗറ്റീവ് കമൻ്റ് അടിക്കും. അതോടുകൂടി പ്രസംഗം പൊളവും, ഈ പ്രാഞ്ചിയേട്ടൻ്റെ പ്രസംഗം. കാരണം അതാണ് നമ്മുടെ സങ്കല്പശക്തി പറയുമ്പോൾ ഉണ്ടാവുന്നത്. പോസിറ്റീവ് വേറൊരാളുടെ സജഷൻ നമ്മളെ ബാധിക്കും. പക്ഷേ അത്ര ഹൈ സജസ്റ്റീവ് പവറുള്ള ആൾക്കാരെ, പുറത്തുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ മറ്റുള്ളവർക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കല്പശക്തി നമുക്ക് ഡെവലപ്പ് ചെയ്യും. ലോകം എന്തുവേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ സത്യത്തിൻ്റെ വഴിയിൽ നടക്കും, ഇതാണ് സങ്കല്പം. ജോ ഭി ദുനിയ പോലെ മേ ഠീക് രാസ്തേ ചലൂങ്ക. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പോയമുണ്ട്, എക്ലച്ചലോ 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 രേ. കേട്ടു നോക്കൂ, കേശവ് കുമാറിൻ്റെ ഒരു പാട്ടാണ്. ആരും കൂടെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കൂ, ഒറ്റയ്ക്ക് നടക്കൂ, ഒറ്റയ്ക്ക് നടക്കൂ, സത്യത്തിൻ്റെ വഴി നടക്കുന്നതാണ്. നിങ്ങൾക്ക് ആരും വെളിച്ചം തന്നില്ല, നിങ്ങൾ നിങ്ങളുടെ എല്ലിനെ തീ കൊളുത്തിയിട്ട് പന്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ്. വെളിച്ചം നിങ്ങൾ സ്വയം വെളിച്ചം നൽകിയിട്ട് മുന്നോട്ട് പോകും. ഇതാണ് എക്ലച്ചലോ. വോക്കലോൺ വോക്കലോൺ, അത് സങ്കല്പശക്തികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അസാമാന്യ സങ്കല്പശക്തി നമുക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ 4 പോയിൻറ്റിൻ്റെ യാത്ര, 5ാമത്തെ പോയിൻ്റ് എത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സത്ര ക്ലാരിറ്റി വരണം. ഇത് ക്ലാരിറ്റി ഓഫ് വായുമണ്ഡലത്തിൽ ക്ലാരിറ്റിയാണ്, മനസ്സിൻ്റെ ക്ലാരിറ്റിയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളൊരു ക്ലാരിറ്റി, അതാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ ക്ലാരിറ്റി ഓഫ് മൈൻഡ് നെഗറ്റീവ് ആവും. കള്ളന്മാർക്ക് ഭയങ്കര ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ട്, വേണ്ടാത്ത കാര്യം ചെയ്യാനുള്ള ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി അല്ല നമ്മൾ ക്ലാരിറ്റി പ്യൂരിഫൈ ചെയ്തിട്ടുള്ളൊരു ക്ലാരിറ്റി, ശരിക്കും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വരും. ഈ 5th പോയിൻ്റ് വരും. അപ്പോൾ നമുക്ക് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയുടെ ഏറ്റവും വലിയ കഴിവ് പവർ ഓഫ് ഡിസ്ക്രിമിനേഷനാണ്, വിവേകബോധം. വിദ്യാദദാതി വിനയം എന്ന് പറയും. അതൊരു വിനയത്തു നിന്ന് വിവേകം വരണം. വിവേകമില്ലാത്ത വിദ്യയ്ക്ക് ഗുണമില്ല. വിവേകം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാനാണ് നമ്മൾ വിവേകം. ഒരു കാര്യം പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ ആ കാര്യം ചെയ്യണോ ചെയ്യണ്ടേ എന്നറിയുന്നത് വിവേകബോധം. അതാണ് ഇപ്പോൾ രാവണൻ പഞ്ചാഗ്നി വിദ്യത്തിൽ ഈ 5 പോയിൻറ്റ്സിലും വിവരമുള്ള ആളായിരുന്നു, ജ്ഞാനിയായിരുന്നു. പക്ഷെ അയാൾക്ക് എന്താ, രാവണൻ രാക്ഷസനായി. കാരണം പുള്ളിക്ക് വിവേകമില്ല, പുള്ളിക്ക് ചെയ്യുന്നതെല്ലാം വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നു. അത് വിവേകബോധം ഇല്ലെങ്കിൽ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ ക്യാരക്ടർ ഫോർമേഷൻ. പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ आता है, വിവേകബോധ आता है, ക്യാരക്ടർ आता है. ശരിയല്ലേ? അപ്പോൾ ക്യാരക്ടറുള്ള ഒരാൾക്ക്, പ്യുവറായിട്ടുള്ളൊരു ക്യാരക്ടറുള്ള ഒരാൾക്ക് എന്ത് ജോലി കൊടുത്താലും ധൈര്യമായിട്ട് കൊടുക്കാം. ക്യാരക്ടറെ ഉസ്കോ കുച്ച് ഭി ദേ സക്താ ഹൈ. ക്യാരക്ടർ ഇല്ലാത്ത ആൾക്ക് എന്ത് കൊടുത്താലും അയാളത് മോശമായിട്ട് ഉപയോഗിക്കുന്നു. ക്യാരക്ടറുള്ള ഒരാൾക്ക് എങ്ങനെയാണ്, ഒരു വാള് കൊടുത്തു എന്ന് വെച്ചോ, വാള് നല്ല കാര്യത്തിന് ഉപയോഗിക്കും, അയാളത് പുറത്തേക്ക് എടുക്കുമ്പോൾ ആവശ്യത്തിന് എടുക്കും, ആവശ്യത്തിന് ഉറയിലേക്ക് ഇടാൻ പറ്റും. ക്യാരക്ടർ ഇല്ലാത്ത ആൾക്ക് കൊടുത്താലോ കൊന്ന് കൊല വിളിക്കും. ക്യാരക്ടറാണ്. ക്യാരക്ടർ ചാര്യജി മഹാരാജ് പറയുന്നത്, യു ഷുഡ് ഗീവ് എവറിത്തിങ് ടു എ മാൻ ഓഫ് ക്യാരക്ടർ. യു ഗീവ് പവർ നോളജ് എല്ലാം. ക്യാരക്ടർ ഒരാൾക്ക് കൊടുത്താൽ നല്ലോണം ഉപയോഗിക്കും, ക്യാരക്ടർ ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ ഒക്കെ ദുരുപയോഗപ്പെടുത്തും. എന്ത് സാധനം, പൈസ ആയാലും ധനമായാലും എന്ത് സാധനമായാലും ക്യാരക്ടർ. അപ്പോൾ ഈ 5 പോയിൻറ്റിൻ്റെ പ്രോഗ്രസ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. പവർ ഓഫ് ഡിസ്ക്രിമിനേഷനാണ് ക്യാരക്ടറിൻ്റെ ഏറ്റവും പ്രധാനം. വിവേകം, പിന്നെയാണ് വൈരാഗ്യം വരുന്നത്. നമ്മുടെ സാധനാ ചതുഷ്ടയം എന്ന് പറയും. എല്ലാ സാധനകളുടെയും തുടക്കം വിവേകമാണ്, വിവേകബോധം. സത്യേത, ധർമ്മേത,
ശരി ഏതാണ്, നിത്യം ഏതാണ്. ഏറ്റവും വലിയ വിവേകം എന്നാൽ നിത്യം, അനിത്യം, നിലനിൽക്കുന്നത്. നിത്യ അനിത്യ വിവേകം ഇതെന്നും നിലനിൽക്കും, മറ്റൊരു നിലനിൽക്കില്ല. എല്ലാവരുടെയും നന്മ എന്ന് പറയും. ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മാക്സിമം ആൾക്കാർ നന്മ എന്നാണ്. യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി ഉണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പറ്റില്ല എന്ന്, എല്ലാവർക്കും നന്മ. ഏറ്റവും മാക്സിമം ആൾക്കാർക്ക് നന്മ എന്ന് പറയുമ്പോൾ അവിടെ ലിമിറ്റ് വന്നു, ചില ആൾക്ക് നന്മ ഇല്ലാണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്മയുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ മാക്സിമം ആൾക്കാർ നന്മ വന്നു. അപ്പോൾ ലോകത്തിൻ്റെ നന്മ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ ലോകത്തിലെ എല്ലാ ചരാചരങ്ങളും സുഖം വരുമ്പോൾ നമുക്ക് സുഖം വരും. അല്ലാതെ എൻ്റെ കുടുംബത്തിന് സുഖം, എൻ്റെ രാജ്യത്തിന് സുഖം, ആ സുഖം എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീഷനല്ല. അപ്പോൾ അതൊരു ക്യാരക്ടർ ഫോർമേഷനുള്ള ആൾ പ്രപഞ്ചത്തിനെ മുഴുവൻ ഒറ്റ കണ്ണുകൊണ്ട് കാണുകയാണ്. പുള്ളി ചെയ്യുന്നൊരു പ്രവൃത്തി ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്ത് അത് ദോഷമായിട്ട് വരരുത്. നമ്മൾ ഇവിടുന്ന് ഒരു സാധനം ചെയ്യുമ്പോൾ അപ്പുറത്ത് ദോഷമാണ്. ക്ലിയർ അല്ലേ? അത് നമ്മൾ ഈ 5 പോയിൻറ്റ്സ്, ഈ 5 പോയിൻറ്റ്സ് ട്രാവൽ കറക്കി 6th പോയിന്റിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഇത്രയും ക്യാരക്ടർ വന്നിട്ടുണ്ടാവണം ബ്രഹ്മാണ്ഡ മണ്ഡലത്തിലെങ്കിൽ, എന്നാലേ എക്സ്പാൻഷൻ ഉണ്ടാവുള്ളൂ, നമ്മുടെ യാത്ര പിന്നെയും മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്യാരക്ടർ ഇല്ലാത്ത ഒരാൾ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ പ്രവേശിച്ചാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചു, ശപിക്കും, ദേഷ്യം വന്ന പ്രശ്നം ഉണ്ടാവും. ഇല്ലേ, നമ്മൾ കഥകൾ കേട്ടില്ലേ ഋഷിമാരുടെ, ഒന്ന് അപമാനിച്ചാൽ മതി ശപിക്കും, ദേഷ്യം വരിക. കാരണം എന്താ, ക്യാരക്ടറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു യാത്രയല്ല നമ്മൾ സഹജമാർഗത്തിൽ പറയുന്നത്. നമ്മൾക്ക് ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ കയറ്റാനും ഒരു പ്രശ്നവുമില്ല, മോക്ഷം തരാനൊരു കാര്യമില്ല. ഇപ്പോൾ മോക്ഷം കിട്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? മോക്ഷം കിട്ടിയിട്ട് ഇങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി പെരുമാറുന്ന വ്യക്തിത്വങ്ങളായിട്ട്. അപ്പം ഇതിനൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ക്യാരക്ടർ ഫോർമേഷനാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. ക്യാരക്ടർ ഫോർമേഷൻ എവിടെയാണ് ചെയ്യേണ്ടത്? ഇവിടെ ഭൂമിയിലാണ് ചെയ്യേണ്ടത്. സ്വപ്നത്തിലല്ല ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ നല്ല മനുഷ്യനാണെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നല്ല മനുഷ്യനാവണം. അപ്പോൾ എല്ലാ നോളജ് ബ്രഹ്മാണ്ഡ മണ്ഡലത്തിലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റണം. നമ്മൾ പഠിച്ച് പിന്നെയും തിരിച്ചു വരണം. അതുകൊണ്ടാണ് ഈ നമ്മൾ പിന്നെയും ചെയ്യണം എന്ന് പറയുന്നത്. വീണ്ടും ഈ മെഡിറ്റേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് അവസാനം വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു തത്വം നമ്മളിങ്ങനെയൊരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിലൂടെ വിനയത്തോടെ വിവേകത്തോടെ പ്രവേശിക്കുകയാണ് ബ്രഹ്മാണ്ഡ മണ്ഡലത്തിലേക്ക്. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ ശരിക്കും ധ്യാനിക്കുകയാണെങ്കിൽ ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എല്ലാവരും എത്തും. സഹജമാർഗമേ ഇപ്പോൾ ഗ്യാരണ്ടി സഹജമാർഗത്തിൽ മാസ്റ്റർ ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നു, ഗ്യാരണ്ടിയാണ്. മോക്ഷം വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മോക്ഷം എങ്ങനെ ഉപയോഗിക്കും അത് നമ്മുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമുക്ക് ട്രാൻസ്മിഷൻ ലഭിക്കുമ്പോൾ മാസ്റ്റർ തരുന്ന ഈ പ്രാണാഹുതി നമ്മളെ നയിക്കുന്നത് ട്രാൻസ്മിഷനാണ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു പ്രാണാഹുതിയെ ഉസ്കാ മത്തലബ് ക്യാ? പ്രാണാഹുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ എസെൻസാണ് പ്രാണാഹുതി. ഇപ്പോൾ ഒരു ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ എസെൻസ്, അതിൻ്റെ ജ്യൂസ്, അതാണ് ഓറഞ്ച്. ആ ജ്യൂസില്ലെങ്കിൽ ഓറഞ്ച് ചണ്ടിയാണ്. അപ്പോൾ നമ്മുടെ എസെൻസ് ഉണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഹയ്യസ്റ്റ് തലത്തിൽ, എൻ്റെ പ്യൂരിഫൈഡ് എസെൻസിൽ, അതാണ് പ്രാണാഹുതി. എൻ്റെ യഥാർത്ഥത്തിലുള്ള ഉണ്മ, മേരാ എസെൻസ് വഹിയെ പ്രാണാഹുതി. അത് ശരിക്കും നമ്മുടെ സോഴ്സാണ്. നമ്മൾ അതിലേക്ക് കണക്റ്റ് ആവും. ഞാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സിറ്റിംഗ് എടുക്കണം, സത്സംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയും. നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴും കണക്ട് ചെയ്യുക, ഞാൻ ആരാണ്, എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് പോകാമെന്ന് അരച്ചു, കല്യാണത്തിനോ വിളിച്ച് ക്ഷണിക്കുക. അപ്പോൾ നമ്മൾ അച്ഛന് പോകാൻ പറ്റിയില്ല, മോനോട് പോകാൻ പറയും. ഫാമിലീസെ കുസിക്കോ ബേസ്റ്റ് അല്ലേ? മോൻ പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്? മോൻ വെള്ളമടിച്ചിട്ട് കയറിക്ക് ചെന്നാൽ ആർക്കാ ചീത്തപ്പേര്? അച്ഛനല്ലേ ചീത്തപ്പേര്, കുടുംബത്തിന് ചീത്തപ്പേര്. നമ്മൾ ആരെയാണ് ഓർക്കുന്നത്? എൻ്റെ കുടുംബത്തിനെയാണ് ഓർക്കുന്നത്. കുടുംബത്തിന് സൽപ്പേര് വരുന്ന നമുക്കൊരു ഇനീഷ്യലുണ്ട് ബാക്കിൽ, കുടുംബത്തിൻ്റെ പേരോ അച്ഛൻ്റെ പേരോ. അവർക്ക് മോശമുള്ള രീതിയിൽ നമ്മൾ ചെയ്യരുത് അല്ലേ? അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു സ്വഭാവ ഗുണം, അതാണ് ഓർമ്മ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഓർക്കണം, ആരാണെന്ന് ഓർക്കണം. അതാണ് പ്രാണാഹുതി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർക്കണം, ഞാൻ ആരാണ്, ഞാൻ ശരിക്കും അവിടെയാണ്, അദ്ദേഹമാണ്. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. അദ്ദേഹം എങ്ങനെ പെരുമാറുന്നത്? എല്ലാവർക്കും തുല്യമായിട്ട് നൽകും അല്ലേ? ഈശ്വരൻ എല്ലാവർക്കും തുല്യമായിട്ട് നൽകുന്നു. നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ചെടിക്കായാലും പുല്ലിനായാലും മരത്തിനായാലും മരമൃഗങ്ങൾ എല്ലാവർക്കും ഒരേപോലെ, നമ്മളും അതുപോലെ എല്ലാവർക്കും നമ്മൾ നൽകണം. അവർക്ക് വളരാനുള്ള അവസരം കൊടുക്കണം. അവർക്ക് ഫ്രീഡം ഓഫ് ചോയ്സും കൊടുക്കണം. ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താ അറിയോ? നമുക്ക് ചൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്മുടെ തീരുമാനത്തിൽ ഈശ്വരൻ ഇടപെടില്ല. ഹമാരാ ഫ്രീഡം ഓഫ് ചോയ്സ്
നമ്മൾ ഒരിക്കലും ഈശ്വരൻ നമ്മുടെ തീരുമാനത്തിൽ ഇടപെടില്ല. അതുകൊണ്ടാണ് നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റുന്നത്, നല്ലതും കാണിക്കാൻ പറ്റും. ഈശ്വരൻ അതിൽ ഇടപെടില്ല. കള്ളത്തരം കാണിച്ചാൽ അതിൻ്റെ ദോഷം ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. ഈശ്വരൻ അതിൽ പ്രശ്നം. ഈശ്വരൻ ദോഷം അനുഭവിക്കും നമ്മുടെ ഒപ്പം ഉണ്ട്, ജയിലിൽ കിടക്കുമ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്, മരിക്കുമ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്. പക്ഷേ അത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഈശ്വരൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഫ്രീഡം ഓഫ് ചോയ്സാണ്. നീ എനിക്ക് എല്ലാം ഞാൻ തരുന്നു, പക്ഷേ ഞാൻ ഇടപെടില്ല. നീ കാരണം നീയും ഞാനും ഡിഫറൻ്റ് അല്ല. നീ തീരുമാനിക്കുന്നതൊക്കെ ഞാനും ഒപ്പമുള്ളതാണ്, എൻ്റെ തീരുമാനങ്ങളാണ്. വളരെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഹൃദയമണ്ഡലത്തിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഈശ്വരനെ പോലെ, മാസ്റ്റർ പോലെ ആയിത്തീരാനാണ്. ഞാൻ ഭക്തനായിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്കിനി ഇവിടുത്തെ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ഡയറക്ഷനിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അതുപോലെ പ്രവർത്തിക്കുന്നു. ആ ഭാവം നമ്മുടെ ഉള്ളിൽ വരികയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലൈഫ് സിംപ്ലിഫൈ ചെയ്യും, സെൽഫ്ലെസ് ആവും. ഇതൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആവും. നിസ്വാർത്ഥതയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ശരിക്കും ചെയ്യുകയാണെങ്കിൽ. നമുക്ക് തന്നെ മനസ്സിലാവില്ല. നമ്മൾ നിസ്വാരം പറഞ്ഞ് നിങ്ങളെന്താ അത്ര നിസ്വാർത്ഥനായത്? നമുക്കും അറിയില്ല, നിസ്വാർത്ഥനായോ എനിക്കും അറിയില്ല എന്ന് പറയും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ചെയ്യണം. മനോമണ്ഡലത്തിൻ്റെ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൻ്റെ ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് പരബ്രഹ്മാണ്ഡ മണ്ഡലമാണ്. അപ്പോൾ നമ്മളിന്ന് 6th പോയിൻറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ വിത്ത് വായു. 6th പോയിൻ്റ് ആജ്ഞാചക്രത്തിൽ വായു എലിമെൻറ്റുമായിട്ടുള്ള ഹാർമണി, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 6th പോയിൻറ്റിൻ്റെ കോൺഫിഗറേഷൻ ഫസ്റ്റ് പോയിൻ്റ് പോലെ തന്നെയാണ്. നടുവിൽ എർത്ത്, ഭൂമി. 12 o'clock മുതൽ ആകാശം, ഈതർ എന്ന് പറയും, ഈതർ. ശരിയല്ലേ? 3 o'clock പൊസിഷനിൽ അഗ്നി, 6 o'clock പൊസിഷനിൽ വാട്ടർ, 9 o'clock പൊസിഷനിൽ എയർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, എയർ. ഇത് സൂക്ഷ്മമാണ് മറ്റേൻ്റെ അത്ര. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ മെഡിറ്റേറ്റ് ചെയ്യും, എന്നിട്ട് ശ്രദ്ധ 6 പോയിന്റ് കൊടുക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരു റൂമിലിരിക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധ. അപ്പോൾ അമ്മ കുട്ടിക്ക് ഭക്ഷണം, അമ്മ അടുക്കളപ്പണി ചെയ്യുമ്പോഴും ശ്രദ്ധ കുട്ടിയുടെ മുകളിലുണ്ട്. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. എപ്പോഴും ഓർമ്മയുണ്ട്. കുട്ടി കരഞ്ഞാൽ അപ്പോൾ ഇതിട്ടിട്ട് അങ്ങോട്ട് പോകും. അതാണ് നമ്മൾ ശ്രദ്ധ. ഇവിടേക്കും അങ്ങോട്ട് ശ്രദ്ധിക്കുക. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. आँख बंद करके शांत होके बैठिए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. मन में अगर चिंताएं आती है तो इग्नोर कीजिए. दिव्य प्रकाश में ध्यान चालू रखिए. ഫസ്റ്റ് പോയിന്റിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ആദ്യം ശുദ്ധീകരണമാണ്. പഹലെ സഫായി കरेंगे. 6 പോയിൻ്റ് സെൻറ്ററിൽ എർത്ത് എലിമെൻ്റാണ്. ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കൂ. 6 പോയിൻ്റ് കെ സെൻറ്റർ മേ എർത്ത് എലിമെൻ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. 6 പോയിൻറ്റിലേക്ക് ശ്രദ്ധിക്കുക. സെൻറ്ററിൽ ക്ലീനിങ്, ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കൂ.
സെക്കൻഡ് പോയിൻ്റ് ആത്മാ എലിമെൻ്റാണ്, ആത്മാ പോയിൻ്റാണ്. അവിടെ 9 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻ്റ് ഉണ്ട്. ഉദർ 9 o'clock പൊസിഷൻ എർത്ത് എലിമെൻ്റ് അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഈ തേർഡ് പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ട്, അവിടെ അഗ്നിചക്രമാണ്. അവിടെ 6 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻ്റ് ഉണ്ട്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. उधर 6 o'clock पोजिशन में है अर्थ एलिमेंट, सफाई होते महसूस कीजिए. ഇനി ഫോർത്ത് പോയിൻ്റ് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ട് ജലചക്രമാണ്. അവിടെ 3 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഫിഫ്ത്ത് പോയിൻ്റ് കഴുത്തിൻ്റെ താഴെ ഭാഗം, ഗർദൻ കാ നീച്ചെ കാ ഭാഗ്, ഫിഫ്ത്ത് പോയിൻ്റ്. അവിടെ 12 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. ഫിഫ്ത്ത് പോയിൻ്റ് वायु चक्र है, उधर 12 o'clock पोजिशन में अर्थ एलिमेंट है. और उधर सफाई हो रही है. ഇപ്പോൾ ശുദ്ധീകരണം കംപ്ലീറ്റായി. തിരിച്ച് ഫസ്റ്റ് പോയിന്റിലേക്ക് തിരിച്ചു വരും. സഫായി കംപ്ലീറ്റ് हुआ है, फर्स्ट पॉइंट में वापस आइए. ഫസ്റ്റ് പോയിന്റിൽ എർത്ത് എലിമെൻ്റ് ആണ്. 6th പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. 6th പോയിന്റും സെൻറ്ററിൽ എർത്ത് എലിമെൻ്റ് ആണ്. 6th പോയിന്റിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് എർത്ത് എലിമെൻറ്റും 5th പോയിന്റിൽ 5th എലിമെൻ്റായിട്ടുള്ള വായു എലിമെൻറ്റ് നമ്മൾ പറഞ്ഞു 9 o'clock പൊസിഷനിലാണ്. എർത്തിൻ്റെ ക്വാളിറ്റീസും വായുവിൻ്റെ ക്വാളിറ്റീസും. എർത്തിൻ്റെ ക്വാളിറ്റീസ് പ്രധാനമായിട്ട് കണ്ടൻമെൻ്റാണ്, സംതൃപ്തി. എർത്ത് പോയിൻ്റ് കാ ക്യാരക്ടർ है സംതൃപ്തി, ക്ഷമ, പേഷ്യൻസ്. അതും വായു ചക്രത്തിൻ്റെ ക്ലാരിറ്റി ഓഫ് മൈൻഡ്, വിവേകബോധം, അതുമായി ഹാർമണൈസ്ഡ് ആവുകയാണ്. ഈ ക്വാളിറ്റി സബ് ഹാർമണൈസ് ഹോ രഹാ ഹൈ. ഈ ഒരു ചിന്തയിൽ ധ്യാനം ആരംഭിക്കും. ധ്യാൻ ശുരു കീജിയെ.
ദാറ്റ്സ് ഓൾ. മാസ്റ്ററുടെ കൃപ കൊണ്ട് ഇന്ന് ലഭിച്ചിട്ടുള്ള ഈ സ്വഭാവ ഗുണങ്ങൾ മാസ്റ്ററുടെ സേവനത്തിനായി ഉപയുക്തമാകും. मास्टर की कृपा से जो क्वालिटीज़ आज हासिल हुआ है ये मास्टर की सेवा में उपयुक्त होगा. ऐसे സങ്കല്പത്തിലേക്ക് ആ സങ്കല്പത്തിൽ പതുക്കെ കണ്ണുകൾ തുറക്കും.